ശ്രീരാഗം ഗ്രൂപ്പ് നെയ്യാറ്റിൻകര കരിയിനടയിൽ പുതുതായി നിർമ്മിച്ച ശ്രീരാഗം കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വളർച്ചയ്ക്കും സാംസ്കാരിക സമ്പന്നതയ്ക്കും ശ്രീരാഗം ഗ്രൂപ്പിന്റെ ഈ സ്ഥാപനം ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഗവർണർ പ്രസംഗത്തിൽ ആശംസിച്ചു. ചടങ്ങിൽ ശ്രീരാഗം എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശ്രീ GS നായർ സ്വാഗതം ആശംസിച്ചു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ശ്രീരാഗം ഗ്രൂപ്പിന്റെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA മാരായ CK ഹരീന്ദ്രൻ, K ആൻസലൻ, M വിൻസെന്റ്, നെയ്യാറ്റിൻകര നഗരസഭാ ചെയർമാൻ PK രാജ്മോഹൻ, മുൻമന്ത്രി അഡ്വക്കേറ്റ് VS ശിവകുമാർ, IACC മെമ്പർ നെയ്യാറ്റിൻകര സനൽ, നെയ്യാറ്റിൻകര നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ NK അനിത, BJP ലീഗൽ സെൽ സ്റ്റേറ്റ് കൺവീനർ അഡ്വക്കേറ്റ് രഞ്ജിത് ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. നമ്മുടെ കേരളം വളരുകയാണ്. നമ്മുടെ ഓരോ ഗ്രാമങ്ങളും നെയ്യാറ്റിൻകര പോലെ പ്രദേശത്ത് തന്നെ ശ്രീരാഗം നേരത്തെ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. മനോഹരമായ ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി നെയ്യാറ്റിൻകരയ്ക്ക് ഒരു തിലകക്കുറിയായി തീർച്ചയായിട്ടും ശിവശങ്കരൻ നായരും അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും എല്ലാം ചേർന്നുകൊണ്ട് അവരുടേതായ സംഭാവന അർപ്പിച്ചിരിക്കുന്നു. ആ സംഭാവന നമുക്ക് മുതൽക്കൂട്ടാണ്. ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അനുബന്ധമായി നടന്ന സാന്ത്വന സ്പർശം 2025 പരിപാടിയിൽ നെയ്യാറ്റിൻകര നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പ്രിയ സുരേഷ്, നെയ്യാറ്റിൻകര നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഷിബു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ, വാർഡ് കൗൺസിലർമാരായ ഗ്രാമം പ്രവീൺ, മഞ്ചത്തല സുരേഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നെയ്യാറ്റിൻകര നഗരസഭയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ധനസഹായവും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ശ്രീരാഗം ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധി ദീപ ശ്രീജി പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് നന്ദി പറഞ്ഞു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയും സംഘവും അവതരിപ്പിച്ച റിമി ടോമി ലൈവ് എന്ന പരിപാടിയും നടന്നു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.